ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ജോമെട്രീനെ ബേസ് ചെയ്ത് CHSLന് ചോദിച്ചൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഹൗ മെനി ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് ഇൻഡിജർ സൈഡ് ആർ പോസിബിൾ സച്ച് ദാറ്റ് സം ഓഫ് ടു സൈഡ്സ് ആർ 16? എത്ര ഐസോസെലസ് ട്രയാങ്കിള് പോസിബിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിട്ടുള്ളത് രണ്ട് സൈഡിന്റെ സമ്മാണ് തന്നിട്ടുള്ളത്, പക്ഷെ അത് ഏത് സൈഡൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്കറിയാം രണ്ട് സൈഡ് ഈക്വൽ ഉണ്ടാവും, ഒരു അൺഈക്വൽ സൈഡും ഉണ്ടാവും. പക്ഷേ ഇതിൽ ഏത് സൈഡിന്റെ, അതായത് രണ്ട് സെയിം സൈഡിന്റെ ആണോ രണ്ട് ഡിഫറെന്റ് സൈഡിന്റെ സമ്മാണോ എന്നൊന്നും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് തന്നെ നമ്മൾ രണ്ടും നോക്കേണ്ടി വരും. രണ്ടും നോക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒന്നെങ്കിൽ 2A വാല്യൂ ആകാം 16, രണ്ട് ഈക്വൽ സൈഡിന്റെ സം ആകാം, അല്ലെങ്കിൽ A+B വാല്യൂ ആകാം 16. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആകാം, അല്ലെങ്കിൽ ഇത് രണ്ട് ഏതെങ്കിലും ഒരെണ്ണം എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് രണ്ടും ആകാം. ഓക്കെ, എത്ര പോസിബിലിറ്റി ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പൊ രണ്ടും വരാം. അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ സപ്പോസ് ഈ ഈക്വൽ സൈഡുകളാണ് എടുത്തതെന്ന് പറഞ്ഞു വിചാരിച്ചോ, ഈ ഒരു കണ്ടീഷൻ എടുത്തതെന്ന് പറഞ്ഞു വിചാരിച്ചോ, നമുക്കറിയാം മൂന്നാമത്തെ സൈഡ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിന്റെ ഡിഫറൻസിനും എൻ്റെയും ഡിഫറൻസിനും അവരുടെ സമ്മിനും ഇൻ ബിറ്റ്വീൻ ആയിരിക്കണമല്ലോ വരേണ്ടത്. ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് എന്ന് കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസിനും സമ്മിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരേണ്ടത്. അപ്പോൾ 8 8 എന്ന് പറഞ്ഞ കിട്ടി. ഇനിയിപ്പോൾ ബിക്ക് എന്ത് വാല്യൂ ആണ് പോസിബിൾ ആണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവിടെ കൊണ്ട് എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ ബിയുടെ വാല്യൂ 0-നും 16-നും ഇടയിൽ വരാം. 0-നും 16-നും ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തൊട്ട് 15 വരെയുള്ള ഏത് നമ്പർ വേണേലും വരാം. അതായത് 8 8 1 വരാം, 8 8 2 വരാം, 8 8 3 വരാം, 8 8 4 വരാം, 8 8 15 വരാം, 8 8 8 വരാം. ഓക്കെ, ഇതിനകത്തൊരു 8 8 8 ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് വരുന്നത്. പക്ഷേ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെയും മാത്സിൽ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്ന ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിട്ട് കണക്കാക്കാറുണ്ട്. ദെൻ ഓപ്ഷനിൽ ഇത് കൗണ്ട് ചെയ്തിട്ടുള്ള ആൻസറും കൂടിയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ബിക്ക് 1 തൊട്ട് 15 വരെയുള്ള ഏത് വാല്യൂ വേണേലും വരാം. 1 തൊട്ട് 1 to 50 വരെയുള്ള ഏത് വാല്യൂ വേണേലും വരാം. അപ്പോൾ മൊത്തം ഇവിടെ നിന്ന് നമുക്കൊരു 15 പോസിബിലിറ്റീസ് കിട്ടും. 8 8 1 8 8 2 അങ്ങനെ 8 8 15 വരെ 15 പോസിബിലിറ്റീസ് കിട്ടും. ഇനി സെക്കൻഡ് കേസിൽ രണ്ട് ഡിഫറെന്റ് സൈഡുകൾ 16 ആകാം, ഡിഫറെന്റ് സൈഡുകളുടെ സമ്മ് 16 ആകാം എന്നെടുക്കുവാണ്. ഇത് എഴുതാൻ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫോട്ടോ ആയിട്ട് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എയും ബിയും 16 ആയാൽ ഒന്നെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് എയും ബിയും 16 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് A1 ബി 15 വരാം, അതുപോലെ 2 14, 3 13, 5 15, അങ്ങനെ 15 1 വരെ വരാം എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് എ ആയിരിക്കണമല്ലോ. അതിൻ്റെ വാല്യൂ 1 2 3 അങ്ങനെ 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 15 വരെ വരാം. ഓക്കെ, അതായത് എയും ബിയും സമ്മ് 16 വരുന്ന പേയേഴ്സ് എല്ലാം നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡാണ് ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കേണ്ടത് എക്ക് 1 വരാൻ പറ്റുമോ, ഒരു ട്രയാങ്കിൾ എക്ക് 1 വരാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് 1ഉം 15ഉം അല്ലേ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മ് 16-നും ഇതിൻ്റെ ഡിഫറൻസ് 14-നും ഇൻ ബിറ്റ്വീനേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി തെറ്റാണ്, കാരണം ഒന്നല്ലേ കിടക്കുന്നത്. അടുത്ത അതുപോലെ തന്നെ 16-നും 12-നും ഇതിൻ്റെ ഡിഫറൻസ്, അടുത്ത അതുപോലെ തന്നെ 16-നും 10-നും ഇൻ ബിറ്റ്വീൻ ഇവരുടെ ഡിഫറൻസ്. ഓക്കെ, അടുത്ത ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, അടുത്ത ചെക്ക് ചെയ്താലും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇനി 6-ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 6-ന്റെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് വരേണ്ടിയിരുന്നത് 6ഉം 10ഉം ആണ് രണ്ട് സൈഡെങ്കിൽ 16-നും ഇതിൻ്റെ ഡിഫറൻസ് 6-ൻ്റെയും 10-ൻ്റെയും ഡിഫറൻസ് 4-നും ഇടയിലുള്ള വാല്യൂ വരാം. അങ്ങനെ ഒരു വാല്യൂ ആണ് 6, അത് പോസിബിൾ ആണ്. ഇനി അടുത്ത ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും സാറ്റിസ്ഫൈ ചെയ്യും, അടുത്ത ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും സാറ്റിസ്ഫൈ ചെയ്യും.
ഈ 6 കഴിഞ്ഞിട്ട് താഴോട്ടുള്ളതെല്ലാം തന്നെ സാറ്റിസ്ഫൈ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1 2 3 4 5 6 7 8 9 10 ഉണ്ട്. 10 പോസിബിലിറ്റി ഉണ്ട്. ആക്ച്വലി 10 പോസിബിലിറ്റി നമുക്കിവിടെ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി 8 8 8 8 നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്ത. അപ്പോൾ ഇവിടെ ഇനി അത് കൗണ്ട് ചെയ്യരുത്. ഇവിടെ ഇനി അത് കൗണ്ട് ചെയ്യരുത്. അങ്ങനെ നോക്കുമ്പോൾ 10 ഇല്ല, 9 നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂ. സോ ഇവിടുത്തെ 15ഉം ഇവിടുത്തെ 9ഉം കൂടി ചേർത്തിട്ട് എത്ര വരും? 24 വരുന്നത്. 24 വരുന്നത്. ഓക്കെ. ഇനി എപ്പോഴും നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഏതായാലും കണ്ടുപിടിക്കണം. ആദ്യത്തെ 2A കേസില്ലേ, അതായത് ഈ ഒരു ഈ ഒരു കേസ് നിങ്ങൾ ഏതായാലും കണ്ടുപിടിക്കണം. ഇത് എപ്പോഴും നമുക്കിങ്ങനെ എഴുതി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയം പോകത്തില്ല, എക്സാമിന് ടൈം എടുക്കില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്, കാണിച്ചു തരാം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് 9 പേരാണ് കിട്ടിയത്. ചെയ്യേണ്ടത് ഈ ഒരു ഐറ്റം എടുക്കുക. ഓക്കെ. അവിടെ നിങ്ങൾക്ക് ബീൻ്റെ വാല്യൂ 2A ചെറുതേ വരുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം. ബീൻ്റെ വാല്യൂ എന്താണ്? 2A ചെറുതേ വരുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ എന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എ എന്ന് പറയുമ്പോൾ 16 മൈനസ് ബി എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 16 മൈനസ് ബി. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 32 മൈനസ് 2B എന്ന് പറഞ്ഞ് കിട്ടും. ഞാൻ രണ്ട് സൈഡിലും 2B ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3Bയുടെ വാല്യൂ 32 ചെറുതാന്ന് പറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ബീൻ്റെ വാല്യൂ 32/3 എന്ന് പറഞ്ഞ് കിട്ടും. 32/3 എന്ന് പറയുമ്പോൾ ഏകദേശം 10.6666. അത് നിങ്ങൾ 11 എടുത്തു കഴിഞ്ഞാൽ ബീൻ്റെ വാല്യൂ 11 ചെറിയ സന്ദർഭങ്ങളിൽ മാത്രമായിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത് കിട്ടും. അതായത് ബീൻ്റെ വാല്യൂ 1 തൊട്ട് 10 വരെയുള്ള ഏത് വരെ വാല്യൂ വേണമെങ്കിലും വരാമെന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ഇവിടെ നിന്ന് നോക്കിക്കേ, നമുക്ക് ഇവിടെ ശരിയായിട്ട് കിട്ടിയത് 6 6 10 തൊട്ടാണ്. ഞാനിവിടെ എന്താ പറഞ്ഞത്? ബീൻ്റെ വാല്യൂ 1 തൊട്ട് 10 വരെയുള്ള ഏത് വേണേലും പോസിബിൾ ആണെന്ന്. ശരിയാണ്. കാരണം ഇതാണ് ബീൻ്റെ വാല്യൂ എഴുതിയിരിക്കുന്നത്. അതിൽ 10 9 അങ്ങനെ 1 തൊട്ട് 10 വരെയുള്ള എല്ലാം പോസിബിൾ ആണ്. അപ്പോൾ ഈ രീതി ശരിയാണെന്ന് നമുക്കറിയാം. ഇനി എന്ത് ചെയ്യണം? അതിനകത്ത് 8 8 8 എന്നൊരു പേരുണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ 10 മൈനസ് 1 9 പേരായിരിക്കും ഉണ്ടാകുന്നത്. 9 പേരായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇതൊരു ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് കേസിൽ ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നിരിക്കുന്ന സമ്മ് അതിൻ്റെ 2/3 എടുത്താൽ മതി. 2/3. ഇത് ഷോർട്ട് കട്ടല്ല, സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്ത സ്റ്റെപ്പിൽ അവസാനം വരുന്ന സാധനം നമ്മൾ ഷോർട്ട് കട്ടായിട്ട് എടുത്തതാണ്. ഓക്കെ. തന്നിരിക്കുന്ന സമ്മിൻ്റെ 2/3 എടുക്കുക. ഓക്കെ. അപ്പോൾ 32/3 എന്ന് പറഞ്ഞു വരും 10.66. ഓക്കെ. അപ്പോൾ എത്ര വരും? 11 ചേർന്നെന്ന് മനസ്സിലാവും. അതായത് 1 തൊട്ട് 10 വരെയുള്ള ഏത് വാല്യൂ അക്സെപ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാവും. അതിലെന്ത് ചെയ്യണം? ഒരെണ്ണം കട്ട് ചെയ്ത് കളയണം. അങ്ങനെ 10 പേരുണ്ടാവും. ആ 10 പേരിൽ നിന്ന് എന്ത് ചെയ്യണം? 8 8 രണ്ടിടത്ത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരെണ്ണം എടുത്ത് കളയാം. അപ്പോൾ 9 പേർ കിട്ടുമെന്ന് മനസ്സിലാവും. അങ്ങനെ എഴുതി ചെയ്യാതെ പകരം നമുക്ക് ഇങ്ങനെ വേണേലും ആ ഒരു ഐറ്റം ചെയ്യാം.